ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ വിക്രം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ കോടതിയിലേക്ക് പോകുന്നത്. കാരണം ലക്ഷ്മി വരില്ലല്ലോ, അതുകൊണ്ട് തന്നെ കോടതിയിൽ ജയിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അവരങ്ങനെ കോടതിയിലേക്ക് പോവാണ്. കോടതിയിലേക്ക് പോകുമ്പോൾ കിരണും കല്യാണിയും അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവരുടെ മുമ്പിലൊക്കെ വലിയ ഷോ ഓഫ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ വന്നത് വെറുതെ ആയി പോയി. ഇന്ന് എന്തായാലും ഈ കോടതിയിൽ കേസും കാര്യങ്ങളും നടക്കാൻ പോകണമെന്നില്ല. അവളുണ്ടല്ലോ, നിങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ലക്ഷ്മി എന്നെ തകർക്കാൻ വേണ്ടി 25 വർഷം മുമ്പേ ഉള്ള ലക്ഷ്മിനെ കൊണ്ടുവന്നല്ലോ, അവൾ ഇങ്ങോട്ട് വരില്ല. അവളെ പണം കണ്ടപ്പോൾ മലക്കം മറിഞ്ഞു എന്ന് പറയാണ്. അപ്പൊ കിരണും ഒന്നും അറിയാത്തപോലെ പണം കണ്ട് മലക്കം മറിഞ്ഞത് നിങ്ങൾ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശം പറയണ്ട്, അതെ ഞാൻ പറഞ്ഞ സത്യമാണ്, 5 കോടി രൂപ കൊടുത്ത് അവളെ ഒഴിവാക്കി വിട്ടടാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണം പറഞ്ഞിട്ടില്ല, ലക്ഷ്മി അമ്മ എന്തായാലും വരുമെന്നൊക്കെ പറയാണ്. ശരി, വരും വരും വരും, നിങ്ങൾ കാത്തിരുന്നോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനും വിക്രമും വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കോടതി കൂടുന്ന സമയത്ത് ലക്ഷ്മിനെ വിളിക്കുമ്പോൾ ലക്ഷ്മി അവിടെ വരുന്നില്ല കേട്ടോ. ലക്ഷ്മി വരാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശം ആ കേസ് തള്ളിപ്പോവാണ്. പ്രകാശം പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലടാ കിരണേ, സമയം കളയണ്ട, ഇവിടെ വിളിച്ചോണ്ട് പോവാൻ നോക്കാനായിട്ട്. ഈ കേസ് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണോ. നിങ്ങൾ കൊണ്ടുവന്ന ലക്ഷ്മി 5 കോടി അല്ലേ 10 കോടി വേണമെന്ന് പറഞ്ഞാലും എന്റെ കാർത്തികമുള്ളത് പുഷ്പം പോലെ കൊടുക്കുമായിരുന്നു. അവൾ ആ ഡീല് ചെയ്തു, അവൾ ആ പൈസ ആയിട്ട് പോയി, അത്രേ ഉള്ളത് പറയാണ്. ശേഷം പ്രകാശൻ വിക്രമേ വാടാ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുന്ന പ്രകാശൻ പറയുന്നുണ്ട്, മോളെ കോടതി നമ്മൾ ജയിച്ചു, മോളെ ജയിച്ചു, ഇനി ഒന്നും പേടിക്കാനില്ല, ഇനി ആ ലക്ഷ്മിയുടെ ഒരു ഉപദ്രവവും നമുക്ക് ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർത്തിക പറയണ്ട, എന്തായാലും എല്ലാം ഓക്കെ ആയല്ലോ അച്ഛാ, അവര് 5 കോടി രൂപ മേടിച്ച് പോയോണ്ട് ഇനി ശല്യം ഒന്നും ഉണ്ടാവില്ല, ഇനി അച്ഛനെ മനസ്സമാധാനത്തോടു കൂടി തന്നെ എന്റെ അമ്മേനെ കല്യാണം കഴിക്കാം, സുഖമായിട്ട് ജീവിക്കാം. അല്ല മോളെ, കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും മോളുടെ അമ്മയടുത്ത് ഇവിടെ വരാൻ പറയാൻ പാടില്ലേ, ഇനിയെങ്കിലും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിച്ചൂടെ മോളെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി തിരക്ക് തമിഴ്നാട്ടിലെ നമ്മുടെ കമ്പനിയിലുണ്ട്, അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ അമ്മ വരും, മിക്കവാറും അടുത്ത ആഴ്ച തന്നെ അമ്മ വരും പറയാണ്. പ്രകാശം അടുത്ത ആഴ്ച പറഞ്ഞാൽ കുറച്ച് നീണ്ട കാലാവധിയാണല്ലോ മോളെ, എനിക്ക് മോളുടെ അമ്മേനെ കാണാതെ സമാധാനമില്ല, എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്ന് തോന്നുവാണ് എന്നിങ്ങനെ പറയാണ്. അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട അച്ഛൻ, മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ അമ്മ വരുമല്ലോ എന്ന് പറയണം. അങ്ങനെ പ്രകാശൻ റൂമിലേക്ക് പോകുമ്പോൾ വിക്രം പോകുന്നുണ്ട്. പ്രകാശോട് പറയണ്ട, അച്ഛന് ധൃതിയായില്ലേ ആ കാർത്തിക ചേച്ചിയുടെ അമ്മേനെ കാണാനായിട്ട്. എടാ മോനെ, അത് പിന്നെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തിനാ എന്റെ മുമ്പിൽ നാണിക്കണത്, അച്ഛനെല്ലാം എന്നോട് തുറന്നു പറയാലോ, അച്ഛനിപ്പോ എങ്ങനെയെങ്കിലും കാർത്തിക ചേച്ചിയുടെ അമ്മേനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ആടാ കാണണമെന്നുണ്ട്, അതെങ്ങനെയാ വിക്രമെ പറ്റാന്ന് ചോദിക്കുമ്പോൾ അതിന് അച്ഛന് ഒരാഴ്ച കാത്തിരിക്കണം, പോടാ അവിടെ നിന്ന്, എനിക്ക് എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണണമെന്ന് ഉദ്ദേശിച്ചത്. അച്ഛനെ ഫോട്ടോ കണ്ടാൽ മതിയോ എന്ന് വിക്രം ചോദിക്കുകയാണ്. മതി, ഫോട്ടോ കണ്ടാലും മതി, അത്ര ഞാൻ കൊതിച്ചു പോയടാ എന്ന് പറയാണ്. ശരി, അച്ഛനൊരു കാര്യം ചെയ്യും, ഈ വിക്രമാദിത്യൻ ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കണ മുമ്പ് കാർത്തിക ചേച്ചിയുടെ അമ്മേനെ അച്ഛനെ ഞാൻ കാണിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പ്രകാശിന് വേറെ സന്തോഷം തോന്നുവാണ്, എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ നൈസായിട്ട് കാർത്തികയുടെ ഫോണൊക്കെ മേടിക്കാൻ വേണ്ടി നോക്കുവാട്ടോ. അതായത് ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചേച്ചിയുടെ ഫോണും തരാമോ, ഫോൺ വിളിക്കാന്ന് പറയുമ്പോൾ അതിനെ വിക്രമേ നിനക്ക് ഫോൺ ഉണ്ടല്ലോ, നീ വിളിച്ചൂടെ, എന്റെ ഫോണേ ഒന്ന് വർക്കാവുന്നില്ല ചേച്ചി, അതുകൊണ്ടാ, അപ്പൊ പുതിയ ഫോൺ മേടിക്കണം, ഞാൻ വേണമെങ്കിൽ മേടിച്ചതെന്ന് പറയുമ്പോൾ ചേച്ചി പുതിയ ഫോണൊന്നും വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് ചെയ്യണം, ചേച്ചി ഫോൺ തരാമോ എന്ന് പറയുമ്പോഴേക്കും കാർത്തിക വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കാണ്. സത്യം പറ, വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേറൊരു ഉദ്ദേശവും ഇല്ല. എനിക്ക് മനസ്സിലായി, അച്ഛനെ വേണ്ടിയിട്ട് എന്റെ അമ്മയുടെ ഫോട്ടോ എങ്ങനെ ഫോണിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടല്ലേടാ കള്ള നീ എന്റെ ഫോൺ ചോദിക്കണത്. അയ്യോ ഇല്ല ചേച്ചി, അയ്യേ അങ്ങനത്തെ ചീപ്പ് ഐഡിയ ഒന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല ചേച്ചി എന്നിങ്ങനെ പറ. അങ്ങനെ കാർത്തിക പറയണ്ടേ, എങ്കിലേ വിക്രമേ ഒരു കാര്യം, ഞാൻ ഫോണൊക്കെ തരാം, ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ ഫോണിൽ ഒരു ഫോട്ടോ പോലും അമ്മയുടെ ഇല്ല എന്ന് പറയാണ്. അതെന്താ ചേച്ചി അമ്മയുടെ ഫോട്ടോ ഒന്നും ഇല്ലാത്തത്, അതൊക്കെ എൻ്റെ ലാപ്ടോപ്പിലാണ് എന്ന് പറയാണ്. പക്ഷേ അത് ഞാനിപ്പോൾ കാണിച്ചില്ല, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ ഒരാഴ്ച കൂടി ക്ഷമിച്ചാൽ എന്താണ്, ഒരാഴ്ച കഴിയുമ്പോൾ അമ്മ വരുമ്പോൾ തന്നെ നമുക്ക് കല്യാണം നടത്താലോ. ശരിയാ ചേച്ചി പറഞ്ഞത് എന്നൊക്കെ വിക്രം പറയാണ്. അച്ഛനെ വാക്കും കൊടുത്ത് എങ്ങനെയെങ്കിലും ചേച്ചിയുടെ അമ്മേനെ കണ്ടുപിടിക്കണമല്ലോ, അതിനിപ്പോൾ എന്താ വഴി, വക്കീലിനെ മുഖേന അല്ലെങ്കിൽ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആയാലും മുഖേന ഒന്ന് അന്വേഷിച്ച് നോക്കാം, അല്ലെങ്കിൽ ചേച്ചിയുടെ പുറകെ പോയിട്ട് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം എന്ന് വിക്രവും വിചാരിക്കുകയാണ്. അങ്ങനെ കാർത്തിക എവിടെ പോകുമ്പോഴും നമ്മുടെ വിക്രവും കൂടെ പോകുന്നുണ്ട് കേട്ടോ. കാർത്തിക അറിയാതെ അങ്ങനെ പുറകിൽ പോകുന്നുണ്ട്. അങ്ങനെ കാർത്തികയുടെ അമ്മേനെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലും കാർത്തിക വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമല്ലോ, അങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചിട്ടാണ് വിക്രം പുറകെ പോണത്. അങ്ങനെ അതിൽ വിക്രം വിജയിക്കുന്നുമുണ്ട്. അങ്ങനെ കാർത്തിക ലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നത് വിക്രത്തിന്റെ കണ്ണിൽ പെടുവാണ്. ശേഷം വിക്രം അതിന്റെ 2-3 ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പൊ വിക്രത്തിനും ഓൾറെഡി സംശയമുണ്ട്, കാർത്തികൻ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിക്കാനാണ് ഇവരായിട്ട് കൂട്ടുകൂടിയെന്ന്. അങ്ങനെ നമ്മുടെ വിക്രം ആ കാഴ്ച വരുമ്പോൾ ആകെ ഞെട്ടിപ്പോയ 2-3 ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതെന്തായാലും അച്ഛനെ കാണിച്ചു കൊടുക്കണം, അച്ഛനെ അറിയട്ടെ, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അച്ഛനെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. ശേഷം വീട്ടിലേക്ക് വരുന്ന വിക്രം ആ ഫോട്ടോസ് എല്ലാം തന്നെ പ്രകാശിനെ കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ ഇത് കണ്ടില്ലേ അച്ഛാന്ന് പറഞ്ഞിട്ട്.
പ്രകാശൻ ചോദിക്കണ്ടേ എന്താണ് മോനെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ കണ്ടു നോക്ക്, ഞാൻ കാർത്തികേച്ചിയുടെ അമ്മേനെ കണ്ടുപിടിച്ചിട്ട് അച്ഛനെ കാണിച്ചില്ലാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ചു വെച്ചാ കാർത്തികേച്ചിയുടെ അമ്മേനെ കണ്ടുപിടിച്ചു. ആണോ, നീ കണ്ടുപിടിച്ചു, എന്നിട്ട് എവിടെയാ കാണിച്ചതാടാ എന്ന് പറയാണ്. അങ്ങനെ വിക്രം ഫോണിലെ ഫോട്ടോ കാണിച്ചെടുക്കുമ്പോൾ എടാ ഇത് അവളല്ലേ ആ ലക്ഷ്മി, ഇവളെന്തിനാ കാർത്തിക മോളോട് സംസാരിക്കണം? അതേ അച്ഛാ കാർത്തികേച്ചിയുടെ അമ്മ ആ ലക്ഷ്മിയാണോ, എനിക്കിപ്പൊരു സംശയം ഉണ്ട് അച്ഛാ എന്ന് പറയാണ്. അല്ല നിനക്കിപ്പോൾ ഇങ്ങനെ സംശയം തോന്നാൻ എന്താ കാരണം? അല്ല അച്ഛൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല, പിന്നെ കാർത്തിക ചേച്ചി എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന് എന്തിലൊക്കെ ഒരു കാരണം ഉണ്ടാവുക വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ സ്വാതി എന്ന് പറഞ്ഞിട്ട് ഒരുത്തി പറ്റിച്ചില്ലേ, അവളെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പാണോ എന്നൊരു സംശയം. എടാ ദേ എനിക്ക് സത്യമായി നിന്നെക്കാളും വിശ്വാസമാണ് കാർത്തിക മോളെ, നീ വേറെ അവളെ കുറിച്ച് ഇല്ലാത്തതൊന്നും പറയല കേട്ടോ എന്ന് പ്രകാശം പറയുമ്പോൾ അച്ഛ അങ്ങനെ ആവാതിരിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അച്ഛ അവരുടെ രണ്ടുപേരുടെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ അറിയാം അവർ അമ്മയും മോളോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ലടാ ഇവരെന്തെങ്കിലും റോട്ട് വെച്ച് കണ്ടപ്പോൾ അവരുടെ സംസാരിച്ചതായിരിക്കും എന്ന് പറയാണ്. അതിനുശേഷം സംശയം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രകാശം കാർത്തികയോട് ചോദിക്കണ്ടേ മോളെ ഇന്ന് നീ അവരെ കണ്ടായിരുന്നോ? ആരെ? ആ ലക്ഷ്മി എന്ന് പറഞ്ഞവരെ. ലക്ഷ്മി എന്ന് പറഞ്ഞവരെയോ? അത് ആരാ അച്ഛാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ് വന്നവള്. ഓ അവളെയോ? ഞാൻ കണ്ടായിരുന്നു വെച്ചാ. എന്താന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താ മോള് കണ്ടത്, നിങ്ങൾ എന്താ സംസാരിച്ചു ചോദിക്കുമ്പോൾ ഇത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അതെൻ്റെ അടുത്ത് പരിചയക്കാരൻ പറഞ്ഞതാണെന്ന് പറയാണ്. വേറൊന്നുമല്ല യാദൃശ്ചികമായിട്ട് കണ്ടതാണ് അച്ഛാ. അപ്പൊ അവരോട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചെന്നേ ഉള്ളൂ. അവരുടെ വെല്ലു വിളിച്ചിട്ട് അവർ സംസാരിച്ചതിനാ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പുച്ഛത്തോടെ പറയാ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് ലോക തരികിടയാണ് എന്നൊക്കെ പറഞ്ഞു, പെമ്മക്കളെ വെറുക്കുന്ന ഒരാളാണ്, അയാളെ കല്യാണി എന്ന് പറഞ്ഞ മോൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ടാ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛന് വിശ്വാസമാണ്, നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് തട്ടിക്കേട്ട് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ പ്രകാശൻ അത് വിശ്വസിക്കുക കേട്ടോ. പക്ഷെ വിക്രത്തിന് അതൊന്നും തീരെ വിശ്വാസമില്ല. അമ്മമ്മക്കും ചെറിയ ഡൗട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്രകാശൻ എന്തൊക്കെ പറഞ്ഞു കാർത്തികേന വിക്രത്തിനേക്കാളും വിശ്വാസത്തിൽ എടുക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അച്ഛാ ഇതെന്തോ ചുറ്റിക്കളി ഉണ്ട്, മാത്രമല്ല ഷെയർ തരാം, 1 വർഷത്തിൽ നമുക്ക് ഷെയർ തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ 10 പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ പ്രകാശം വേണ്ടടാ 1 വർഷത്തിനുള്ളിൽ ഷെയർ തരുമല്ലോ, ഇപ്പൊ തന്നെ 3-4 മാസമായില്ലേ, ഇനി കുറച്ചാൾ കഴിയുമ്പോൾ ഷെയർ തരുമല്ലോ. അച്ഛൻ ശരിയാണ്, പക്ഷെ എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ തന്നൂടെ വെച്ചാ, മാസവരുമാനങ്ങൾ തന്നൂടെ? അതെങ്ങനെയാണ് ശരിയാവണത്? നമ്മുടെ സ്വന്തം കമ്പനിയല്ലേ, അവിടുത്തെ മാസവരുമാനം നമ്മൾ തന്നെ എടുക്കുന്നത് എങ്ങനെയാടാ മോനെ എന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നോ, അവസാനം ഒന്നും നഷ്ടപ്പെടാതിരുന്നാൽ മതി, നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വിക്രമാദിത്യൻ ആരാന്ന് എല്ലാവരും അറിയും. നീ എന്താണ് വിക്രം ഇങ്ങനെയൊക്കെ പറഞ്ഞതേ, നീ ഇങ്ങനെ പറഞ്ഞതേ ആ കാർത്തിക മോള് കേൾക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയണം. അങ്ങനെ വിക്രം സംശയം കൊണ്ട് അങ്ങനെ നടക്കുക കേട്ടോ. എന്തായാലും കാർത്തിക ഇങ്ങനെ ഒരുപാട് നാട്ടിങ്ങനെ കള്ളത്തരം ഒളിപ്പിച്ചു വെക്കണം അധികം നാളൊന്നും നിലനിൽക്കില്ല. മിക്കവാറും വിക്രം തന്നെ ഇതൊക്കെ തന്നെ കണ്ടുപിടിക്കും കേട്ടോ. വിക്രം കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കാർത്തികക്ക് വേറെ ശത്രുക്കളും കൂടി ഉണ്ടല്ലോ, ആ ശത്രുക്കളും വിക്രവും പ്രകാശനും ഒന്നാവുകയും ചെയ്യും. കാരണം ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ. അപ്പൊ ആ രീതിയിലേക്കായിരിക്കും കഥ ഇനി മുന്നോട്ട് പോണത്. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.